Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ പിസ്ത കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള പിസ്ത കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമുക്ക് പാലൊന്ന് കേർഡിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് ഇതൊന്ന് കേർഡിലാവാൻ വേണ്ടി മാറ്റി വെക്കണം. സ്പൂണോടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുമ്പോഴേ ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഇതെല്ലാം കൂടെ മിക്സായി കിട്ടുള്ളൂ. അതിനെ മിക്ക വീഡിയോസിലും പറയാറുള്ള കാര്യമാണ്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെക്കാം. ഇത് അരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശരിക്കും ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. ഇനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ശരിക്കും എല്ലാ ഭാഗത്തേക്കും ആ ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള വേണം എടുക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്ററിൽ ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ബീറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. അപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമേ എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗ് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അതായത് പഞ്ചസാര പൊടിച്ചതിന് ശേഷം 1/2 കപ്പ് അളന്നെടുത്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അതും കുറേശ്ശെ വീതം ആഡ് ചെയ്തതിന് ശേഷം വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഒരുമിച്ച് പഞ്ചസാരപ്പൊടി ഇതിലേക്ക് ചേർക്കരുത്. പിന്നെ ഞാനിവിടെ 1/2 കപ്പോളം പഞ്ചസാര പൊടിച്ച് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കേർഡിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഹൈ സ്പീഡിൽ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. അതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1 മിനിറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം പിന്നെ അധികം സമയം ബീറ്റ് ചെയ്യരുത്. ലോ സ്പീഡിലിട്ടിട്ട് വേണം ഓയിൽ ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോഴും കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം സ്പാച്ചുല കൊണ്ട് കട്ട് ആൻഡ് ഫുൾ മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് കുത്തി ഇളക്കി ഒന്നും മിക്സ് ചെയ്യരുത്. ഞാനിവിടെ പയ്യാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ വീഡിയോ ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്തിരിക്കുന്ന കാരണം സ്പീഡാക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ സ്പീഡിൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നതാണ്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പയ്യെ വേണം കേക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പിസ്ത കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ പിസ്ത എസൻസ്, ടൈഗറിൻ്റെ പിസ്ത എസൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എസൻസ് നമ്മൾ ചേർക്കുമ്പോൾ ആദ്യമേ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എസൻസ് ചേർത്ത് കൊടുക്കുക. ഈ ഫുഡ് കളർ ആണെങ്കിലും എസൻസ് ആണെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കളർ ഒന്നുകൂടെ കുറഞ്ഞ് പോകുന്ന പോലെ ആകും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മാത്രം കളർ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാൻ ബട്ടർ പേപ്പർ സൈഡ്സിലും കൂടെ
കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ പിസ്ത കേക്കല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഒരുപാട് ബ്രൗണിഷ് കളർ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സൈഡ്സിലും ഒക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കറിലോ അല്ലെങ്കിൽ കേക്ക് ടിന്നിലോ ഏതിലാണ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ സൈഡ്സിലും സെൻറ്ററിലും ആയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസൊക്കെ കൂടെ കാണുക. ബാറ്റർ മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തവ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനോ ഒരു തവയോ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതാണ്. ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി ബാറ്റർ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെക്കാം. കുക്കറിൻ്റെ വാഷർ മാറ്റേണ്ട ആവശ്യമില്ല. വാഷറോട് കൂടി തന്നെയാണ് കുക്കർ മൂടി വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ കുക്കറിൽ വിസിൽ വെക്കരുത്. വിസിൽ വെക്കാതെ വാഷർ വെച്ചിട്ട് ഇതേപോലെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തവയാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്യാതെ എടുക്കാനായിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 30 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പിസ്ത കേക്ക് സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഞാൻ കേക്ക് ചൂടാറിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഈ പേപ്പറിൽ പിടിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പം തന്നെ നമുക്ക് കുക്കറിൽ നിന്ന് ഇളക്കി കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതൊരു ടേൺ ടേബിളിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പിസ്ത കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സൈഡ്സ് ഇതുണ്ട്. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടും സൈഡ്സ് കുറച്ച് ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ്സൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോഴേ കറക്റ്റ് ആ ഗ്രീൻ കളറ് കിട്ടുള്ളൂ. ഇനി ചിലവർ അങ്ങനെ കട്ട് ചെയ്യാറൊന്നുമില്ല. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും കേക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഗ്രീനിഷ് കളറ് കിട്ടാൻ വേണ്ടിയാണ് ഈ ബ്രൗൺ കളറ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ബ്രൗണിഷ് കളറൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കേക്ക് 3 സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ 3 സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ടേൺ ടേബിളിന് മുകളിലേക്ക് ബേസ് ബോർഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് നടുക്കായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാൻ നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതൊന്നും വീണ്ടും വീണ്ടും കാണിക്കാത്തത്. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. വിപ്പിംഗ് ക്രീം ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസും കൂടെ കാണുക. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ നന്നായിട്ടൊന്ന് ക്രീമിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ക്രഞ്ചി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് ലെയറും സെറ്റ് ചെയ്തെടുക്കാം.
സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഡിസൈൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂർ വരെ ഇത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ വരെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ആ സമയത്തിനുള്ളിൽ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് എസൻസ് ചേർക്കുന്നത്. അപ്പോൾ കളറ് കുറവായിരിക്കും. കളറിന് വേണ്ടി നമുക്ക് കുറച്ച് ഗ്രീൻ ജെൽ കളറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കളറ് കിട്ടാൻ വേണ്ടി ഒരുപാട് എസൻസ് ചേർക്കുമ്പോൾ ഈ ക്രീമിൽ ആ പിസ്ത എസൻസിൻ്റെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് എസൻസ് ചേർത്തതിന് ശേഷം ബാക്കി ഫുഡ് കളർ ജെൽ കളർ ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 139ൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. അത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ക്രീം നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നോസിൽ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം ഇങ്ങനെ നോസിൽ കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഡിസൈൻ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ കേക്കിൽ വരുള്ളൂ. അല്ലാതെ പൈപ്പിംഗ് ബാഗ് നോസിലിൻ്റെ അറ്റത്തായിട്ട് പൈപ്പിംഗ് ബാഗ് നിൽക്കുകയാണെങ്കിൽ ആ ഡിസൈൻ കറക്റ്റായിട്ട് വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് താഴെ വരെ കേക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തു കൊടുക്കാം. ഫസ്റ്റ് ലെയർ ചെയ്തതിന് ശേഷം സെക്കൻഡ് അതിനോട് ചേർന്ന് തന്നെ ചെയ്യുക. ഇനി അതേപോലെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുമ്പോഴും ഇടയ്ക്ക് വല്ല ഗ്യാപ്പ് വരികയാണെങ്കിൽ അതിന് തൊട്ട് മുകളിലായിട്ട് വീണ്ടും ഒന്നുകൂടെ ഡിസൈൻ തന്നെ വീണ്ടും ഒന്നുകൂടെ ചെയ്തു കൊടുത്താൽ മതി. ചിലപ്പോൾ ഇങ്ങനെ സൈഡ്സൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഇടയ്ക്കൊരു ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ക്രം കോട്ട് ചെയ്തിരിക്കുന്ന കേക്കിൻ്റെ വൈറ്റ് കളറ് കാണും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ കോർണർ പോർഷനൊക്കെ നമ്മൾ ചെയ്യാൻ നേരത്ത് ഇതേപോലെ വൈറ്റ് പോർഷൻ കാണും. അപ്പോൾ അതിന് തൊട്ട് മുകളിലായിട്ട് ഒന്നുകൂടെ ഒന്ന് ഡിസൈൻ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട് ഈ ഡിസൈൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ഡിസൈനുമാണ്, കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കുള്ളൂ ഈ ഡിസൈൻ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ തന്നെ ഇത് കണ്ടിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് റെഡ് ഫ്ലവേഴ്സും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രീനും റെഡ് ഫ്ലവേഴ്സും കൂടെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിന് നടുക്കായിട്ട് റെഡ് ഫ്ലവേഴ്സും കൂടെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലവേഴ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ബോർഡർ കൊടുക്കാനായിട്ട് ഞാൻ ഗ്രാസ് നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ കളറിൻ്റെ വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ നമുക്ക് താഴെ ബോർഡർ ഇതേപോലെ ഗ്രാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഡിസൈനാണിത്. അതേപോലെ നല്ല ഫ്ലേവർ, പിസ്ത ഫ്ലേവർ, നല്ല ടേസ്റ്റുള്ള കേക്കുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.